വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. ശനിയാഴ്ച രാവിലെ തന്നെ പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറാനായിരുന്നു മിത്രയുടെയും ടീനയുടെയും തീരുമാനം. കോളേജ് ലീവാണ് അന്നും പിറ്റേന്നും. കാര്യങ്ങളൊന്ന് സെറ്റാക്കിയെടുക്കാനുള്ള ടൈം കിട്ടും. ടീന അവരുടെ വീട്ടുകാർക്കൊപ്പം മിത്ര ടെന്നീസിന്റെ കൂടെയുമാണ് അങ്ങോട്ടേക്ക് വന്ന്. അബിയും കൂടി ഉണ്ടായിരുന്നു അവിടെ. അബിയുടെ പ്രത്യേക ആവശ്യപ്രകാരം വീടൊന്നുകൂടി മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ആദ്യം വന്ന് കണ്ടതിനേക്കാൾ കുറച്ചുകൂടി റിച്ച് ലുക്കിൽ. മിത്ര ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചുകൊണ്ട് ഡെന്നീസിന് അവരുടെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ലെങ്കിലും ടീനെ ഒറ്റയ്ക്ക് വിടാൻ ഗ്രേസിക്കും റോബർട്ടിനും നല്ലപോലെ വിഷമമുണ്ട്. പക്ഷെ മിത്രയുടെ കൂടെ ആവുമ്പോൾ അവൾ സേഫ് ആണെന്നൊരു തോന്നലിൽ അവരൊന്നും പുറമേ കാണിച്ചില്ല. അന്ന് ഉച്ചക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തി അത് കഴിച്ചിട്ടാണ് അവരെല്ലാം യാത്ര പറഞ്ഞ് പോയതും. പോകും മുന്നേ ആഴ്ച അവസാനം രണ്ടിനെയും വീട്ടിൽ കണ്ടേക്കണമെന്ന് ഗൗരവത്തിൽ പറഞ്ഞേൽപ്പിക്കാനും മറന്നില്ല. അവരിറങ്ങിക്കഴിഞ്ഞിട്ടാണ് മിത്രയും ടീനയും കൂടി ബാക്കിയുള്ള ഷോപ്പിങ്ങിന് പുറത്തേക്ക് ഇറങ്ങിയത്. അത്യാവശ്യം സൗകര്യമുള്ളൊരു അടുക്കള ആ വീട്ടിലുണ്ടാകുമ്പോൾ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി കഴിച്ചിട്ട് വെറുതെ ആരോഗ്യം കളയേണ്ടെന്ന് രണ്ടുപേരും കൂടിയാണ് ഉറപ്പിച്ചത്. അതിനുവേണ്ടിയുള്ള കുറെ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കണം. അതിനുവേണ്ടിയാണ് രണ്ടും കൂടി ടൗണിലേക്ക് വിട്ടതും. ജോലിയെക്കുറിച്ചും അവിടെയുള്ള ആളുകളെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും എന്ന് വേണ്ട കുസുമത്തിന്റെ നീണ്ട ഒരു വിചാരണയ്ക്ക് ശേഷമാണ് വിശ്വക്ക് സമാധാനപരമായി അകത്തേക്ക് കയറാൻ കഴിഞ്ഞത്. നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. ആർക്കും ആരെയും ചതിക്കാനും കൊല്ലാനും യാതൊരു മടിയില്ലാത്ത കാല. എപ്പോഴത്തെയും പോലെ കുസുമ ഉപദേശം പോലെയാണ് പറഞ്ഞെങ്കിലും വിശ്വയുടെ ഉള്ളിലെ മുറിവിൽ അത് മുളകരച്ച് തേച്ച പോലെ നീറ്റി. ഒന്നും മിണ്ടാതെ അവരെ നോക്കാതെ അവനിരുന്ന് ഭക്ഷണം കഴിച്ചു. നാളെ വൈകുന്നേരം തന്നെ തിരിച്ചു പോവേണ്ടതാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഞാൻ മല്ലിയെന്ന് കണ്ടിട്ട് വരാം. കുസുമതിന് കേൾക്കാൻ പാകത്തിന് പറഞ്ഞിട്ട് വിശ്വ പുറത്തേക്ക് ഇറങ്ങി. മുരുകന്റെ വീട്ടിലേക്ക് പോകും വഴിയിൽ കാണുന്നവരെല്ലാം പുതിയ ജോലിയെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും ചോദിച്ചു. മറക്കാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന ബുദ്ധിമുട്ട് വിശ്വ ഉള്ളിലടക്കി. മല്ലിക അവനെ കണ്ടപ്പോൾ ഇരട്ടി സന്തോഷം. അവനെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിക്കണമെന്ന് അവൾക്ക് തോന്നിയെങ്കിലും അവളുടെ അമ്മയില്ലാതെ ആരും കയറി കാണാൻ അനുവാദമില്ലാത്ത ആ മുറിയുടെ വാതിൽക്കൽ നിന്നിട്ട് വിശ്വ അവളോട് വിശേഷങ്ങൾ ചോദിച്ചു. കുറുമ്പ് പറഞ്ഞ് അവളെ കളിയാക്കി ചിരിച്ചു. ഇനി വരുമ്പോൾ മിടുക്കിയായിട്ട് എഴുന്നേറ്റുകൊണ്ട് ഓടി വരണം. വിഷ്ണു നിനക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് വാങ്ങിച്ചു വരാമെന്ന് അവനവൾക്ക് ഉറപ്പുവരുത്തിയിട്ടാണ് അവൻ തിരിഞ്ഞു നടന്ന്. ചെൽവണനും ശാന്തിക്കും വന്ന മാറ്റം, തന്നെ കാണുമ്പോഴുള്ള വിധേയത്വം, അതായിരുന്നു അവിടെ ചെന്ന മുതൽ വിശ്വയേറെ അസ്വസ്ഥപ്പെടുത്തിയത്. എന്നോട് കുറെ പറഞ്ഞു വിശ്വ. ഞാൻ പറഞ്ഞത് അവർക്ക് ഏറ്റിട്ടില്ല. അവരങ്ങനെയാ, മാറ്റാൻ പറ്റുന്നില്ല. മകളുടെ ജീവൻ അവർക്ക് അത്രയും വലുതായിരുന്നു. അത് തിരിച്ചു കൊടുത്ത ആള് അവർക്ക് ദൈവതുല്യവും. ദൈവത്തെ മുന്നിൽ കണ്ട ആരെങ്കിലും ബഹുമാനം കാണിക്കാണ്ടിരിക്കോ? അതല്ലേ അഹങ്കാരം. അവരിപ്പോൾ നിനക്ക് മുന്നിൽ കാണിക്കുന്നത് അവരുടെ മനസ്സാണ്. നീ അത് വിട്ടേക്ക്, കാര്യാക്കണ്ട. കുഞ്ഞൊരു ചിരിയോടെ മുരുകൻ വിശ്വയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. കുസുമൻ ടീച്ചർ നിന്നെ കൊന്ന് കൊല വിളിച്ചോ? മുരുകൻ ചിരിയോടെ വിശ്വയെ നോക്കി. ഉറപ്പല്ലേ? മറുപടി നാട്ടിലോട്ട് പോരും മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വല്ലാതെ കിടന്ന് ഉരുളേണ്ടി വന്നില്ല. വിശ്വ കണ്ണീമി കാണിച്ചു. നിനക്കിവിടെ ചോദ്യാവലിയൊന്നും ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളവങ്ങൾക്ക് ടീച്ചർ അത്രയും വിവരമില്ലാത്തതുകൊണ്ട് അത്രയും കടുപ്പത്തിലുള്ള ചോദ്യമൊന്നും എനിക്ക് നേരിടേണ്ടി വന്നില്ല. നിന്റെ ഭാഗ്യം. വിവരം കൂടിയാലും പ്രശ്നമാണ് വരിക. ഒരു നുണ പറഞ്ഞ് പിടിച്ചെടുക്കാൻ പോലും പറ്റില്ലടാ. അത് പൊളിച്ച് കയ്യിൽ തരും. നെടുവീർപ്പോടെ പറഞ്ഞിട്ട് വിശ്വ പോവാൻ എഴുന്നേറ്റു. സൂക്ഷിക്കണം. ചെന്നു കയറുമ്പോൾ വിശ്വയോട് വക്കീലിന് ആദ്യം പറയാനുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവരെങ്ങനെയാ നിന്നുള്ള സമീപനം? വക്കീൽ ചോദിച്ചു കേട്ടപ്പോൾ പെട്ടെന്ന് വിശ്വക്ക് അലോഷിയുടെ ചൊറിയൻ സ്വഭാവമാണ് ഓർമ്മ വന്നത്. ഒരുത്തം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ മറ്റൊരു സാറുണ്ട്. ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ആ ഒരു ബോസ് എന്ന് പറയുന്ന അയാളേക്കാൾ അവനാണ് അവിടെ പവറെന്ന് തോന്നിപ്പോവും. അവൻ്റെ ചിലപ്പോഴുള്ള സ്വഭാവം കാണുമ്പോൾ ഒറ്റയാണെങ്കിൽ അവൻ വെള്ളം ചോദിക്കും. അതുപോലെ പെരുമാറി വിടാൻ തോന്നും. ഇതുപോലൊരു കാര്യം കൊണ്ട് അവർക്ക് മുമ്പിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടാ എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല. പല്ലി ഓടിച്ചുകൊണ്ട് വിശ്വ പറയുമ്പോൾ വക്കീൽ ചിരിച്ചുകൊണ്ട് തലയാട്ടി. 6 മാസത്തെ കാര്യമില്ല വിശ്വ, നീ ഈ പ്രശ്നത്തിനൊന്നും പോരുത്. അത് നിന്റെ നല്ലതിനല്ല. വക്കീൽ ഓർമ്മിപ്പിച്ചു. 6 മാസം ഞാനൊരു കുഴപ്പത്തിനും പോയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എന്നുള്ള അവൻ്റെ സമീപനം പോലെ ഇരിക്കും. അവനോടുള്ള എൻ്റെ കൈത്തരിപ്പ് തീർക്കുന്നത്. വിശ്വയുടെ മുഖം കടുത്തു. വക്കീൽ അതിനെക്കുറിച്ച് പിന്നെ അവനോടൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നിമിഷം എന്നെ വിളിക്കാൻ മറക്കരുത്. ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അയാൾ വിഷയം മടക്കി അയച്ചത്. പിറ്റേന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ആ വീടിനോടൊന്ന് ഇഴുകിച്ചേരാനും അവിടെയുള്ള കാര്യങ്ങളൊന്ന് സെറ്റാക്കാനും മിത്രക്കുണ്ടീനേക്കും പറ്റി. ലഘുവായൊരു ഭക്ഷണവും ഉണ്ടാക്കി ജോലിയെല്ലാം ഒതുക്കി രണ്ടുപേരും മുൻവശത്ത് വന്ന് ഇരിപ്പാണ്. മനസ്സിന് സന്തോഷം നൽകുന്നൊരു വീട് ഏരിയയും അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് രണ്ടുപേരിലും നിറഞ്ഞിരിപ്പുണ്ട്. വീട്ടിൽ നിന്ന് വിളിച്ചവർക്കും അവരിൽ കൂടി അത് പകർന്നു കിട്ടി. എല്ലാം സെറ്റാ. ഇനി നീ നിന്റെ ആ പരട്ട സ്വഭാവം കൂടി ഒന്ന് മാറ്റിയാ നമുക്ക് 6 മാസം അവിടെ അടിച്ചു പൊളിക്കാം. ടീന പറയുമ്പോൾ മിത്ര അവളെ കണ്ണു ചുരുക്കി നോക്കി. ഞാനായിട്ട് അങ്ങോട്ടൊരു പ്രശ്നത്തിലും പോയില്ല. പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്നിട്ട് ചൊറിഞ്ഞാ പിന്നത്തെ കാര്യം എനിക്ക് ഉറപ്പു പറയാൻ കഴിയില്ല. കടുപ്പത്തിൽ അവളത് പറഞ്ഞതും ടീന വേഗം തന്നെ വിഷയം മാറ്റി.
ഇല്ലെങ്കിൽ അതുവരെ ഓർക്കാതെ വെച്ച ആ കാര്യങ്ങളും സംഭവങ്ങളും വീണ്ടും സമാധാനം കളയുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി അല്പം നടക്കാൻ റോഡിലേക്ക് ഇറങ്ങി. വിശ്വയും മുരുകനും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ നന്നായി ഇരുട്ട് പടർന്നിരുന്നു. ഈയോട് അനുവദിച്ച് കിട്ടിയ ആഡംബരമൊന്നും അവർ നാട്ടിലേക്ക് കൂടെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ അതിന്റെ പേരിൽ 100 കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. റെയിൽവേ സ്റ്റേഷനിൽ കാർ വെച്ചിട്ടുണ്ട്. രാവിലെയുള്ള ട്രെയിൻ പിടിച്ചാണ് രണ്ടാളും നാട്ടിലേക്ക് പോയത്. സ്റ്റേഷനിൽ തന്നെ പാർക്കിംഗ് നിർത്തിയിട്ട് കാറിന് നേരെ രണ്ടാളും ചെന്നു. കാറിലേക്ക് കയറിയിട്ട് വിശ്വ അല്പനേരം പിന്നിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു. എന്താടാ വയ്യേ? അവന്റെ എതിരെ കയറിയിരുന്നോട് മുരുകൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. വിശ്വ അതേ കിടപ്പിൽ തന്നെ ഉത്തരം പറഞ്ഞു. ഇനി ഈ പരിപാടി കഴിഞ്ഞ് അവരോട് സലാം പറയാതെ നാട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല. വിശ്വ പറഞ്ഞു കേട്ടപ്പോൾ മുരുകൻ അത് ശരിവെച്ചു. അവിടെ എത്തിയ എല്ലാവരെയും കാണുമ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴും കള്ളത്തരം ചെയ്യുന്നു പറയുന്നു എന്നുള്ള ഉള്ളിലെ തോന്നലും കുറ്റബോധവും അതിലെ ടെൻഷനും അതൊക്കെ വളരെ വലുതായിരുന്നു. ഒന്ന് തല ഉടഞ്ഞുകൊണ്ട് വിശ്വ കാറ് സ്റ്റാർട്ട് ചെയ്തു. നാളെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ആര് വിളിച്ചത് നിന്നെ? മുരുകൻ വിശ്വയെ നോക്കി. ഇതുവരെയും വിളി വന്നിട്ടില്ല. മുന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വിശ്വ അതിന്റെ ഉത്തരം പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷമാണ് അവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ആ അന്നാ വന്നു നോക്കിയ ആളുകൾ താമസിന് വന്നതെന്ന് തോന്നുന്നു കേട്ടോ. എതിരെയുള്ള വീടിന്റെ വെളിച്ചം കണ്ടിട്ട് ഗേറ്റ് തുറക്കാൻ ആദ്യം ഇറങ്ങും മുന്നേ മുരുകൻ വിശ്വയോട് പറഞ്ഞു. അങ്ങോട്ടൊന്നും നോക്കിയെന്നല്ലാതെ വിശ്വ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. എന്തോ നോക്കി നിൽക്കുവാടാ, വന്ന് കിടക്കാൻ നോക്ക്. രാവിലെ ഇനി എന്താണാവോ തമ്പ്രാക്കന്മാരുടെ ഓർഡർ. കാറകത്തേക്ക് കയറ്റി നിർത്തി വിശ്വ ഇറങ്ങി വരുമ്പോഴും ഗേറ്റിൽ പിടിച്ചെതിരെയുള്ള വീട്ടിലേക്ക് നോക്കി നിൽക്കുന്ന മുരുകനോടായി പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറി. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ പിന്നെ ജോലിയൊന്നുമില്ല. വിശ്വ അകത്തേക്ക് കയറി കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും മുരുകൻ കയറി കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു. ആരും പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ കിടക്കയിലേക്കിരുന്നു. യാത്രാക്ഷീണം കൊണ്ടാണ് കിടന്നതേ ഉറക്കം പിടിക്കുകയും ചെയ്തു. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ അന്ന് മിത്രയും ടീനയും അല്പം നേരത്തെ എഴുന്നേറ്റ് ജോലികൾ തീർത്തിരുന്നു. ഉച്ചക്ക് ഭക്ഷണം കോളേജ് ക്യാൻറ്റീനിൽ നിന്നാക്കാമെന്ന് അവർ തീരുമാനിച്ചുകൊണ്ട് തന്നെ കാര്യമായ ജോലികളൊന്നുമില്ല. ആദ്യമായി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അത് ധൃതി പിടിച്ചുകൊണ്ടാവരുതെന്ന് കരുതി. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ തന്നെ പോകാമെന്ന് അവർ തീരുമാനിച്ചു. ചായ കുടിയും കുളിയും കഴിഞ്ഞ് 9 മണിയോടെ രണ്ടുപേരും വീടും പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ആ വീട്ടിലെ ആളുകൾ തിരികെ വന്നു തോന്നുന്നു. ടീനയാണ് വിശ്വയും മുരുകൻ താമസിക്കുന്ന വീടിന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടത് പറഞ്ഞത്. തലേന്ന് വൈകുന്നേരം നടക്കാനിറങ്ങിയപ്പോൾ വീട് പൂട്ടിക്കിടന്നും പോർച്ചിൽ കാറില്ലാത്തതും അവർ ശ്രദ്ധിച്ചതായിരുന്നു. മിത്ര അങ്ങോട്ട് നോക്കിയെന്നല്ലാതെ ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. അന്ന് ദിവസത്തിന് മുഴുവൻ സമാധാനവും ആ ഒരൊറ്റ മെസ്സേജ് കണ്ടതോടെ പോയെന്ന് വിശ്വക്ക് തോന്നി. ഉണർന്നതായി ഫോൺ എടുത്ത് നോക്കിയ അവന് രാവിലെ നിന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടൊരു നമ്പറിൽ നിന്നും മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ആ ഒരു നമ്പർ കൊടുക്കുമെന്ന് അഖിൽ പറഞ്ഞിരുന്നുകൊണ്ട് ആ രാവിലെ തന്നെയാണെന്ന് ഉറപ്പുണ്ട്. ഇന്നത്തെ മീറ്റ് ക്യാൻറ്റീനിൽ റെഡിയായിരിക്കുക എന്നുള്ളതാണ് മെസ്സേജ്. ആ കുറച്ച് വാക്കുകൾ വിശ്വയെ വീണ്ടും അസ്വസ്ഥപ്പെടുത്തി. കിടക്ക് വിട്ട് എഴുന്നേറ്റ് പോരാൻ തോന്നാതെ കുറച്ചേറെ നേരമായി അവനാ ഇരിപ്പാണ്. സമയം 9 കഴിഞ്ഞു. 2-3 പ്രാവശ്യം വന്നു നോക്കി പോയിട്ട് പിന്നെയും മുരുകൻ വന്നിട്ട് ഓർമ്മിപ്പിക്കുമ്പോൾ വിശ്വ പതിയെ എഴുന്നേറ്റു. ഒളിച്ചോട്ടൊന്നിനും പരിഹാരമല്ല. താൻ വന്ന ജോലി പറഞ്ഞ സമയത്തുള്ളിൽ അത് ചെയ്യണം. എത്രയും പെട്ടെന്ന് തിരികെ പോകണം. അതുമാത്രം ഓർക്കുക. കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നിട്ട് അന്ന് സ്വയം ഓർമ്മിപ്പിച്ചിട്ടാണ് അവൻ കുളിക്കാൻ കയറിയത്. ഒരുങ്ങിയിറങ്ങി വരുമ്പോഴും ഇന്ന് നേടാൻ പോകുന്ന ആ രൂക്ഷമായ കണ്ണുകളെയും അവയുടെ ഉടമയെയും കുറിച്ചായിരുന്നു അവന്റെ ഉള്ളു മുഴുവനും. ചെല്ലുമ്പോഴേക്കും മുരുകൻ ഉപ്മാവും ചായയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ കഴിച്ചോ, അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരാം. വിശ്വയോട് പറഞ്ഞിട്ട് മുരുകനും റെഡിയാവാൻ പോയി. 1/2 മണിക്കൂർ കൊണ്ട് തന്നെ രണ്ടാളും വീട്ടിൽ നിന്നിറങ്ങി. തലേന്നുള്ളതിനേക്കാൾ തിരക്കാണ് ക്യാൻറ്റീനിൽ. പിള്ളേരുടെ വൈ പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് അവിടം പിടിച്ച മട്ടാണ്. വേണമെങ്കിൽ കഴിച്ചിട്ട് പോയെന്നല്ലാതെ മനസ്സറിഞ്ഞുകൊണ്ട് സമാധാനത്തോടെ കഴിച്ചിട്ട് പോയെന്നതാണ് അവിടെ അപ്പോഴുണ്ടായിരുന്ന സൂത്രവാക്യം. ക്യാൻറ്റീനിൽ ചെന്ന ഉടനെ വിശ്വ അടുക്കളയിലും അവിടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ജോലിക്കാരോട് സൗമ്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനിടയിലും ഏത് നിമിഷവും രാഹുൽ അവൻ മനഃപൂർവ്വം ഉണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങളെയും കുറിച്ചായിരുന്നു വിശ്വയുടെ ഉള്ളിൽ. മുരുകൻ അടുക്കളയിൽ കൂടിയപ്പോൾ വിശ്വ ക്യാഷ് കൗണ്ടറിൽ പോയിരുന്നു. കൊള്ളം ചേട്ടാ, പൊളിയാ എന്നൊക്കെ അവനോട് അഭിപ്രായം പറഞ്ഞിട്ടാണ് അവിടെ എത്തുന്നവർ കാശ് കൊടുത്ത് മടങ്ങിപ്പോകുന്നു. അതോടെ അവൻ പൂർണ്ണമായും അതിൽ മുഴുകി. ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ച് കൂട്ടാവാൻ ശ്രമിക്കുന്നവരോട് അവന് അതുപോലെ തന്നെ ഇടപെട്ടു. ഉച്ചവരെയും കാര്യങ്ങൾ അങ്ങനെ സമാധാനപരമായി പോയെങ്കിലും ഉച്ചയോടെ രാഹുൽ അവന്റെ കൂട്ടുകാർ അങ്ങോട്ട് കയറി വന്നോടെ വീണ്ടും വിശ്വയുടെ മനസ്സ് അസ്വസ്ഥമായി. അതിനിടയിൽ രാഹുൽ അവരെ നോക്കി കണ്ണടിച്ച് കാണിച്ച് ചിരിച്ചു. വിശ്വ പക്ഷേ ഗൗരവത്തോടെ അവരെ നോക്കിയാണ് ചെയ്തു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ടീനയുടെ കൂടെ മിത്ര അങ്ങോട്ട് വരുന്നേണ്ടതും വിശ്വ ക്യാഷ് കൗണ്ടറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു. അപ്പോഴെല്ലാം അവന്റെ ഹൃദയം ഭയങ്കരമായി മിടിക്കുന്നുണ്ട്. എന്താണെന്ന് കണ്ണുകൊണ്ട് ചോദിച്ച മുരുകനോട് വിശ്വ പുറത്തേക്ക് കണ്ണു കാണിച്ചിട്ട് അവിടെ തന്നെ നിന്നു. 5-6 സെക്കൻഡ് അതിനുള്ളിൽ വിശ്വ പ്രതീക്ഷിച്ച പോലെ പുറത്തുനിന്ന് ഉറക്കെയുള്ള ബഹളം കേൾക്കാം. മുരുകൻ അവൻ അർത്ഥഗർഭമായി നോക്കി. 1-2 സെക്കൻഡ് അതുപോലെ തന്നെ നിന്നിട്ട് വിശ്വ ഗൗരവത്തോടെ പുറത്തേക്ക് നടന്നു. താൻ മനഃപൂർവ്വം ചെയ്ത
ആദ്യം തന്നെ മിത്രയുടെ മൂർച്ചയുള്ള ശബ്ദമാണ് അതിനിടയിൽ നിന്ന് വിശ്വ വേറിട്ട് കേട്ടത്. ആൾ നിൽക്കുന്നതിന്റെ ചുറ്റും അവളുടെ ദേഹത്തുമെല്ലാം ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറി തെറിച്ചെടുക്കുന്നത് കാണാം. സഹിക്കാൻ കഴിയാതെ കോപത്തോടെ വിശ്വ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ഒരാളുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഭക്ഷണമാണ് ആ വെറും നിലത്ത് പാഴായി കിടക്കുന്നത്. വിശ്വയുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം ആദ്യം ചെന്ന് രാഹുലിന്റെ നേരെയാണ്. വേറെ എന്തെല്ലാം ചെയ്യാമായിരുന്നു അവന്. മുരുകന്റെ ഈ നോട്ടം വിശ്വയുടെ നേരെയാണ്. അവനറിയാം ആ മനസ്സിൽ എന്താവുമെന്നുള്ളത്. മര്യാദക്ക് നിന്നോട് ഞാൻ പറഞ്ഞു എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന്. വേണമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ രാഹുലിന്റെ പുല്ല. രാഹുൽ പറയുമ്പോൾ വിശ്വയുടെ നോട്ടം മിത്രയുടെ നേരെയായിരുന്നു. ആദ്യം കണ്ടെന്നത്തെ പോലെ തന്നെ ആ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറുന്നു. ആ കണ്ണുകൾ ചുരുങ്ങി ചെറുതാവുന്നവൻ നോക്കി നിന്നു. എന്താണ് നീ നോക്കി പീഡിപ്പിക്കുന്നത്? എങ്ങനെ തല്ലണോ? തല്ലണോഴി ചോദിക്കുന്നതിനൊപ്പം തന്നെ രാഹുൽ പാത്രത്തിൽ ബാക്കിയുള്ള ചോറ് കൂടി എടുത്തിട്ട് മിത്രയുടെ ദേഹത്തേക്ക് കൊണ്ട് ഉറക്കെ ചിരിച്ചു. പിന്നിൽ നിന്നൊരു വിളിയോടൊപ്പം രാഹുലിന്റെ മുന്നിലേക്ക് എത്തിയ വിശ്വ കൂടി നിൽക്കുന്നവനെ മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് ആഞ്ഞു തള്ളിയിരുന്നു. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. രാഹുലിനെ വിശ്വ അടിച്ചതോടെ അവിടെ ഉണ്ടായിരുന്നൊരു അങ്ങോട്ട് വന്നവരുമായി കുട്ടികൾ രണ്ടു ഭാഗങ്ങളായി തിരിയുന്നു. ഒരു കൂട്ടർ വിശ്വ ചെയ്താണ് ശരിയെന്നും ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം ഉപദ്രവിക്കാനും അതോടൊപ്പം ഭക്ഷണം വെറുതെ വലിച്ചെറിഞ്ഞു കളയാനും ശ്രമിച്ച രാഹുലിന് ആ അടിക്ക് അർഹതയുണ്ടെന്ന് ശക്തമായി വാദിക്കുകയും അതിനൊപ്പം നിലകൊള്ളുകയും ചെയ്തപ്പോൾ മറുപക്ഷം വെറുമൊരു ക്യാൻറ്റീൻ നടത്തിപ്പുകാരൻ ഈ കോളേജിലെ ഒരു കുട്ടിയെ കൈവച്ചുകൊണ്ട് ഹീറോയിസം കാണിച്ച് ക്ഷമിക്കാനും സഹിക്കാനും കഴിയാതെ അങ്ങേയറ്റ അസ്വസ്ഥരായി. ആ കോളേജ് അടക്കി ഭരിക്കാനുള്ള ത്വരയൊതുക്കി അതിനൊരു അവസരം കാത്തു നടക്കുന്ന പാർട്ടിയുടെ നേതാവായ നിതിനും അവന്റെ കൂട്ടാളികളുമാണ് വിശ്വയെ എതിർക്കുന്ന ടീമിന് മുമ്പിൽ നിൽക്കുന്നത്. ക്യാൻറ്റീൻ തുറന്ന് 2 ദിവസങ്ങൾക്ക് ഇതാണ് വിശ്വയുടെ നിലപാടെങ്കിൽ അവനിനി ഈ കോളേജ് മുഴുവനും തൂത്തുവാരുമെന്നും ചോദ്യം ചെയ്യപ്പെടാൻ ശക്തമായ ആളുകളിൽ നിന്നുള്ള കാരണം കൊണ്ട് ആരാണ് നടത്തിപ്പോകുന്ന ഏകാധിപത്യത്തിന് തങ്ങൾക്ക് അവനൊരു എതിരാളിയാവുമെന്നും നേതാവ് അവന്റെ അനുയായികളും ഭയന്നപ്പോൾ വിശ്വ അവിടെ ആ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ പോരാടുന്നൊരു ശക്തിയായി കൂടെയുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അവിടെ പല മാറ്റങ്ങളും വരുമെന്ന് ആ നേതാക്കളാൽ ഇരകളായി തീർന്നവർ പ്രത്യാശിച്ചു, ആശ്വസിച്ചു. എന്നാൽ ഈ 2 വാദങ്ങളും വിശ്വ അല്പം പോലും ഉലച്ചു കളഞ്ഞില്ല. താൻ ചെയ്ത ശരികളിൽ ഉറച്ചിരുന്നുകൊണ്ടവൻ അല്പം പോലും പിന്നോട്ട് നീങ്ങാൻ നിലപാട് വ്യക്തമാക്കി. അവന്റെ ആ കൂസലില്ലായ്മയാണ് അവിടെ പലർക്കും പേടി സ്വപ്നമായതും. വിശ്വയും രാഹുലുമായി തുടങ്ങിയ പ്രശ്നം ഇപ്പോൾ ബാക്കിയുള്ളവർ ഏറ്റെടുത്ത മട്ടാണ്. 2 കൂട്ടരും കാര്യമായി നിന്ന് വാദിക്കുന്നുണ്ട്. രാഹുൽ അവിടെ എന്ത് സംഭവിച്ചാലും തനിക്കൊന്നുമില്ലെന്നൊരു ഭാവത്തിൽ ആ വഴക്കുകൾ ആസ്വദിച്ച് നിൽക്കുമ്പോൾ മിത്രയുടെയും ടീനയുടെയും അവസ്ഥയായിരുന്നു ഏറ്റവും ശോകം. ഇന്നും തെറ്റുമുഴുവൻ രാഹുലിന്റെ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ ഇതിങ്ങനെ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ഇത്ര രൂക്ഷമാകുമെന്ന് ആരും ഓർത്തിട്ടില്ല. മിത്രയുടെ ദേഹത്ത് മുഴുവനും ഭക്ഷണമായതിന്റെ അസ്വസ്ഥതയുണ്ട്. ഇളം മഞ്ഞ നിറമുള്ള അവളുടെ ടോപ്പിൽ കറികളും മറ്റും ഒലിച്ചിറങ്ങി വല്ലാത്തൊരു വൃത്തികേടിലാണ്. ടീന അവളെ തന്റെ മറവിലേക്ക് ഒതുക്കി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചില കൂർത്ത നോട്ടങ്ങൾ എന്നിട്ടും അവളിലേക്ക് തന്നെ തറച്ച് കയറിയിറങ്ങി. അവിടെ നിൽക്കാനും അതൊന്നും കണ്ടില്ലെന്ന് അടിച്ചിട്ട് ഇട്ടെറിഞ്ഞു പോകാനും കഴിയാത്തൊരവസ്ഥയിൽ രണ്ടാളും നിന്നുരുകി. മുരുകന്റെ ഈ അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെ. പക്ഷേ ഒന്നും മിണ്ടരുതെന്ന് വിശ്വ കണ്ണു കാണിച്ചുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിലും ഇനി എന്ത് സംഭവിക്കുന്നുള്ള ആദ്യം തന്നെയാണ് അവന്റെ മനസ്സിലും. അതിനിടയിൽ അവിടെയുള്ള കാര്യങ്ങൾ ആരോ പറഞ്ഞറിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന കോളേജ് പ്രിൻസിപ്പളും അധ്യാപകരും. അതോടെ കാര്യങ്ങൾ അവതാളത്തിലായി. വിശ്വ രാഹുലിനോട് മാപ്പ് പറയണമെന്നൊരു കൂട്ടർ വാദിച്ചപ്പോൾ രാഹുലാണ് അവന്റെ സ്ഥാപനത്തിൽ വന്നിട്ട് തെമ്മാടിത്തരം കാണിച്ച് അതുകൊണ്ട് മാപ്പ് പറയേണ്ടത് രാഹുൽ വിശ്വയോടാണെന്നും എതിർഭാഗത്തുനിന്നും ശക്തമായി വാദിച്ചു. പ്രിൻസിപ്പളും അധ്യാപകരും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. വിശ്വ ആവട്ടെ ഒരക്ഷരം മിണ്ടാതെ ഗൗരവത്തോട് അവർ പറയുന്നതിനും എതിരും അനുകൂലവും പറയാതെ മാറിയിരുന്നു. വിശ്വ, താൻ തന്നെ ഒരു തീരുമാനം പറയൂ. ഒടുവിൽ പ്രിൻസിപ്പൾ 2 കൂട്ടർക്കൊപ്പം നിൽക്കാതെ വിഷയെ തന്നെ ആ കടമയേൽപ്പിച്ചു. അതോടെ അവിടെയുള്ള ഒരു ടേബിൾ ചാരി കൈകെട്ടി അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്ന വിശ്വയുടെ നേരെയാണ് പിന്നെയുള്ള നോട്ടങ്ങളെല്ലാം. വിശ്വ, അവൻ അതേ നിൽപ്പാണെന്ന് കണ്ടതും പ്രിൻസിപ്പൾ അല്പം ഗൗരവത്തോടൊന്നുകൂടി വിളിച്ചു. അവൻ കൈകളൊന്ന് കുടഞ്ഞിട്ട് നേരെ നിന്നു. അവൻ എന്തു പറയുന്നറിയാനുള്ള ആകാംക്ഷ. അതുവരെ ഉണ്ടായിരുന്ന ബഹളങ്ങളൊന്നുമില്ല. വിശ്വ മാപ്പ് പറയുമ്പോൾ എന്നേക്കുമായി അവിടെയുള്ള നേതാക്കൾ ജയിക്കുമെന്നുള്ള ഭയത്തോടെ അവൻ അനുകൂലിച്ചവർ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ വിശ്വയെ കൊണ്ട് രാഹുലിനോട് മാപ്പ് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് തങ്ങളുടെ പ്രതിച്ഛായ തന്നെ വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന സ്വപ്നം കണ്ടുകൊണ്ട് അവനെ പ്രതികൂലിച്ചവർ ആശ്വസിച്ചു. ഇതിൽ രണ്ടിലും പെടാതെ ആർക്കും ഒരു ദോഷം വരാതെ തങ്ങൾ രണ്ടുപേരെയും കോളേജ് മുഴുവൻ ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു കാരണമാവാതെ ഈ രംഗം ശാന്തമാവണേ എന്നൊരു പ്രാർത്ഥനയോടെയാണ് ടീനയും മിത്രയും. ഒരുപാട് കാശ് കൊടുത്തിട്ടല്ലേ താനിത് ലീസിനെടുത്ത്. ഇവിടുത്തെ കുട്ടികളോട് ഇടഞ്ഞു നിന്നിട്ട് തനിക്ക് ക്യാൻറ്റീൻ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്പം റിസ്ക് തന്നെയാണ്. അതുകൊണ്ട് പ്രശ്നം കൂടുതൽ വഷളാവാതെ നൈസായിട്ട് ആ പയ്യനോട് മാപ്പറണ്ട് തടിയൂരിയ. ഇതിനു വേണ്ടി താൻ മുടക്കിയ കാശ് വെറുതെ ആവില്ല. ചിന്തിച്ചിട്ട് പ്രാക്ടിക്കലായി പ്രവർത്തിക്കുക. അതാ നിനക്കും നിന്റെ ഈ സ്ഥാപനത്തിന് എന്തുകൊണ്ടും നല്ലത്. കുട്ടി നേതാക്കളുടെ ഒരു അനുഭാവിയായിരുന്ന അധ്യാപകൻ വന്നിട്ട് പറയുമ്പോൾ വിശ്വ ഒന്ന് ചിരിച്ചു. ചെയ്യാത്ത തെറ്റിന് മാപ്പ് പറഞ്ഞിട്ട്, അതും തെറ്റ് ചെയ്ത ഇവനോട് മാപ്പ് പറഞ്ഞിട്ട്
എനിക്ക് ഈ ക്യാൻറ്റീൻ മുന്നോട്ട് കൊണ്ടുപോകണ്ടെങ്കിലോ സാറേ? അയാളുടെ മുഖത്തടിച്ച പോലെ ഒരു മറുപടി. ആരൊക്കെയോ കൈയടിക്കുമ്പോൾ ചിലരുടെ തുറിച്ചോട്ട് അമർഷം കൂടി അവന്റെ നേരെയായിരുന്നു. പക്ഷേ വിശ്വാസം തന്നെ ശ്രദ്ധിക്കുന്നില്ല. മിത്രയും ടീനെ അമ്പരപ്പോടെ അവനെ നോക്കി. അവൻ ആ ക്യാൻറ്റീൻ നടത്താൻ അങ്ങോട്ട് വന്നാണെന്നുള്ള അറിവ് അവർക്ക് പുതിയതായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ക്യാൻറ്റീൻ ലീസിന് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ ശരിപ്പെടുത്തിയെടുക്കാൻ വീണ്ടും നല്ലപോലെ കാശിറക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കും അറിയാം. ചെറിയൊരു ചിരിയോടെ, എന്നാലോ ആർക്കും മനസ്സിലാവും ഇതുമൊരു ഗൗരവത്തോടെ വിശ്വ പറയുമ്പോൾ കൂടി നിൽക്കുന്ന കുട്ടികൾക്ക് വീണ്ടും ശബ്ദമുണ്ടായി. എന്നിട്ടും അവർക്ക് മുന്നിൽ അങ്ങനെ നെഞ്ചു മരിച്ച് യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന ആ ഒരുവിലാണ് മിത്രയുടെ നോട്ടം മുഴുവനും. നിങ്ങൾ എത്ര ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്റെ കൺമുമ്പിൽ നടന്നൊരു അനീതിക്കെതിരെ ഞാൻ കൈ ഉയർത്തി പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിനെതിരെ ഇവനല്ല, ഏത് കൊമ്പത്തെ ആളായാലും ഞാൻ അങ്ങനെ തന്നെ ഇനിയും ചെയ്യും. ഇതെന്റെ അഹങ്കാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. സത്യത്തിൽ അതെന്റെ ശരിയാണ്. മുറുക്കമുള്ള വിശ്വയുടെ വാക്കുകൾ. രാഹുൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പക്ഷെ അവനെ ആരൊക്കെയോ ഏറ്റെടുത്ത പോലെയാണ്. വിശ്വ അവിടെ കാട്ടുതീ പോലെ കത്തിപ്പൊന്നാൻ അനുവദിക്കാതിരിക്കാൻ അവർക്ക് അവനെ തടയിടാൻ മതിയായ ഒരു കാരണം വേണം. അവനെതിരെ സാക്ഷി പറയാൻ ഒരു ഇര വേണം. അതായിരുന്നപ്പോൾ രാഹുൽ അവർക്ക്. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരുത്തനെ കൈവച്ചിട്ട് നീ നിന്റെ ഈ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടുപോകുന്ന ഞങ്ങൾക്കൊന്ന് കാണണം. അത്രയും ചങ്കുറപ്പുണ്ടോ നിനക്ക്? എങ്കിലാന്ന് എനിക്ക് കാണണമല്ലോ. അവിടുത്തെ ഏറ്റവും ശക്തമായ പാർട്ടിയുടെ നേതാവ് നിതിൻ മുന്നോട്ട് വന്നിട്ട് വെല്ലുവിളി പോലെ വിശ്വയെ നോക്കി. പേരെന്താ? വിശ്വ അവനോട് ചോദിച്ചു. പേര് പറ സുഹൃത്തെ. നിതിൻ ദേഷ്യത്തോടെ തുറച്ചു നോക്കി നിൽക്കുന്ന കണ്ടിട്ട് വിശ്വ അവന്റെ തോളിലൊന്ന് തട്ടി. നിതിൻ. അപ്പോഴേ നിതിനെ, ഞാൻ ആദ്യം പറഞ്ഞതിന് എനിക്ക് ഇപ്പോഴും നിന്നോട് പറയാനുള്ളൂ. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടല്ല എനിക്ക് എൻ്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. ഞാനിതിവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവനോട് മാപ്പ് പറഞ്ഞിട്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. വിശ്വക്ക് അപ്പോഴും ഒരു ചിരിയുണ്ട്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഈ കോളേജിൽ ഞങ്ങളാ ഹീറോ. ഞങ്ങളെക്കാൾ കുമ്പിളൊരുത്തൻ ഇവിടെ വാഴണ്ട. അത് ഞങ്ങൾക്ക് ക്ഷീണ. അതിനെ ഞങ്ങൾ അനുവദിക്കില്ല. നിതിൻ വിശ്വയുടെ അരിയിലേക്ക് വന്നിട്ട് പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.